ലോകകപ്പിൽ ബ്രസീൽ ഹെയ്ത്തി മത്സരം പുരോഗമിക്കുകയാണ്. എതിരില്ലാത്ത 3 ഗോളിന് ബ്രസീൽ മുന്നിൽ നിൽക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ ചേരുന്നുണ്ട്. അജ്മൽ, ഹാഫ് ടൈം ആകുമ്പോൾ ഈ ബ്രസീൽ ആരാധകർക്ക് തലയുയർത്തി ഇരിക്കാൻ നിൽക്കാം ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ ആരാധകരുടെ പ്രതികരണം? ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂരിലാണ്. ഈ കോടതിക്ക് മുമ്പിൽ വഞ്ചിയൂർ കോടതിയുടെ മുമ്പിൽ തയ്യാറാക്കിയ സ്ക്രീനിംഗ് വേദിയിലാണുള്ളത്. ഇവിടെ ഞാൻ എത്തുമ്പോൾ നേരത്തെ ഗോകുലിനെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആരാധകർ പ്രധാനമായും പങ്കുവച്ച ആശങ്ക കഴിഞ്ഞ കളിയിൽ തിളങ്ങാനാകാത്തത്, ബ്രസീൽ നെയ്മർ കളത്തിലിറങ്ങാത്തത്, ഈ ഇത്തരത്തിലുള്ള അവരുടെ വിഷമങ്ങളും ആശങ്കകളുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 45 മിനിറ്റ് ഇവരുടെ കഥനഭാരങ്ങളെ, ഇവരുടെ വേദനകളെ, ഇവരുടെ ആശങ്കകളെ മറികടക്കും വിധത്തിലാണ് യഥാർത്ഥത്തിൽ ബ്രസീലിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിൽ കണ്ടത്. ആരാധകർ മാത്രത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. നമ്മൾ നെയ്മർ ഇറങ്ങുന്നില്ല അതൊരു വിഷമം പറഞ്ഞിരുന്നു. മത്യാസ് കൂനിത അഴിഞ്ഞാടിയിട്ടുണ്ട്, 2 ഗോൾ അടിയിട്ടുണ്ട്. എന്താ വിനീഷ്യസിന് നല്ല പ്ലേ മേക്കിംഗ് ഉണ്ട്, അതേപോലെ ഗോൾ സ്കോറിംഗും ഉണ്ട്. മികച്ചൊരു കളിയാണ്. അടുത്ത സെക്കൻഡ് ഹാഫിൽ ഇനിയും ഗോൾ വരുമെന്നാണ് പ്രതീക്ഷ. വിനീഷ്യസ് ആ പഴയ ഫോമിലോട്ട് എത്തിയിട്ടുണ്ടോ കേട്ടോ? ഇന്നിപ്പോ എത്ര ഗോളിന് ജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? അടുത്ത സെക്കൻഡ് ഹാഫിൽ ഒരു 3 ഗോളും കൂടെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇനി 3 ഗോൾ വരും. ഒരു 3 ഗോൾ വരും പ്രതീക്ഷയുണ്ട്, നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം. ഇത് ഇവിടെ നിരവധി ഈ നെയ്മർ ജൂനിയർമാരും അതോടൊപ്പം തന്നെ നിരവധി റൊണാൾഡീനോമാരും വിനീഷ്യസ് ജൂനിയർമാരും ഒക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കളിയുടെ തുടക്കം മുതൽ വലിയ പ്രതീക്ഷ പങ്കുവെച്ച ഒരു ചെറുപ്പക്കാരനാണിത്. ഇനിയിപ്പോ കളി അവശേഷിക്കുന്ന ഒരു ബാക്കി സമയം കളി ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. റഫീനെ പരിക്കോച്ച് കയറിയ ഒരു ആശങ്ക ഉണ്ടോ? ആശങ്കയുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷിച്ച ഒരു പ്ലെയർ ആയിരുന്നു റഫീന. ആഞ്ചലോട്ടിയുടെ പഴയ കളിയഴകിലേക്ക് ബ്രസീൽ എത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. എത്തിയല്ലോ. ഇനിയിപ്പോ കൂടുതൽ എന്തെങ്കിലും കാണാനുണ്ടോ? എത്തിക്കഴിഞ്ഞു. ഇനി ഫുൾ ആറാട്ടാണ്. ഗോകുൽ, ഇതാണ് ഇനി ഫുള്ള് ബ്രസീലിന്റെ ആറാട്ടാണെന്നാണ് ആരാധകർ പറയുന്നത്. ഇവിടെ ഇന്ന് നമുക്കറിയാം പ്രവൃത്തി ദിവസം കൂടിയാണ് ഇന്ന്. എന്നിട്ട് പോലും നിരവധി ആരാധകരാണ് വഞ്ചിയൂരിലെ ഈ സ്ക്രീനിംഗ് വേദിയിലേക്ക് രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് പലതരത്തിലുള്ള ആശങ്കകളും പലതരത്തിലുള്ള വിഷമങ്ങളും കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ അവരെ വേട്ടയാടിയ വേദനകളെയും ഒക്കെ മറികടക്കുന്ന ഗോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോൾ അടിച്ചെങ്കിൽ ഇനി അതിൽ കൂടുതലുണ്ടാവും. ഇന്നത്തെ പ്രകടനം അതാണ് സൂചിപ്പിക്കുന്നത്. ബ്രസീൽ ആരാധകർക്ക് ഏതായാലും അഭിമാനവും ആവേശവുമാണ്. സെക്കൻഡ് ഹാഫിൽ അവർ ബ്രസീൽ ആരാധകർ കൂടുതൽ ഗോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.